ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈസി വ്ളോഗ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു സ്വീറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു ഗോതമ്പ് മാവ് കൊണ്ട് ഒരു അടിപൊളി അലുവയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അലുവ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ആദ്യം പരിചയപ്പെടാം. നമ്മുടെ അലുവ തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ നെയ്യ് എടുത്തിട്ടുണ്ട്. നമുക്ക് നെയ്യ് കുറച്ച് അധികം തന്നെ വേണം അലുവയിലേക്ക്. പിന്നെ വേണ്ടത് ഏലക്ക പൊടിച്ചതാണ്. ഇത് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്ത ഏലക്ക പൊടിയാണ്. 1.25 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മളിവിടെ കപ്പലണ്ടിയും ചേർക്കുന്നുണ്ട്. അതും തൊലിയില്ലാത്തതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് 1 കപ്പ് ഗോതമ്പ് മാവ്. ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ വേണ്ടത് വെള്ളവുമാണ്. വെള്ളത്തിന്റെ കണക്ക് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് കറക്റ്റ് കണക്ക് എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് അലുവ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അല്ലേ. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ ഗോതമ്പ് പൊടി അളന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ പഞ്ചസാരയും വെള്ളവും അളന്നെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കറക്റ്റ് അളവായാൽ മാത്രമേ നമ്മുടെ അലുവ നല്ല സെറ്റായിട്ട് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെള്ളമാണ്. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 3 കപ്പ് വെള്ളം. അത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് കലക്കിയെടുക്കാം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് അതിലേക്ക് നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം. നമ്മൾ അരിച്ച ഗോതമ്പ് മാവാണ്, എന്നാലും ഇതിൽ ചെറുതായിട്ട് ഉമ്മിയൊക്കെ കാണും. അതൊന്ന് പോകാനായിട്ടാണ് നമ്മൾ ഒന്നുകൂടി ഒന്ന് അരിച്ച് ചേർക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ തയ്യാറാക്കുന്ന പാനിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഒന്ന് കലക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അരിച്ചു കൊടുക്കാം. ഗോതമ്പ് പൊടി അടിയിലേക്ക് തങ്ങി നിൽക്കും. അപ്പോൾ ഒന്ന് കലക്കിയതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് മിച്ചം വരുന്ന കൊത്താണ്. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് കളഞ്ഞേക്കാം. അപ്പോൾ ഇത്രയും മാത്രം മതിയാവും നമുക്ക്. ഇത് ഇനി നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കൈ എടുക്കാണ്ട് നന്നായിട്ട് കുറുക്കി കൊടുക്കണം. നമ്മുടെ അലുവയുടെ മാവ് ഇവിടെ തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നമ്മളിത് നന്നായിട്ട് കുക്കായതിന് ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഗോതമ്പ് വേവത്തില്ല. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം ഈ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം മാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പം അതുവരെ നിങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ വേണം ഇളക്കാനായിട്ട്. നമ്മൾ കൈ എടുത്തു പോയാൽ കട്ടയായി പോവും. അപ്പം പിന്നെ നമ്മുടെ അലുവ ശരിയാവത്തില്ല. അവിടെ ആയിട്ട് മാവിൻ്റെ ഇത് കാണും. അതുകൊണ്ട് കൈ എടുക്കാതെ വേണം നിങ്ങൾ ഇളക്കി കൊടുക്കാൻ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1.25 കപ്പ്
പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇളക്കാം. നമുക്ക് ഇളക്കി ഇളക്കി വേണം പഞ്ചസാര യോജിപ്പിച്ച് കൊടുക്കാനായിട്ട്. കൈ എടുക്കാൻ പാടില്ല. ഈ അലുവ തയ്യാറാക്കുന്ന സമയത്ത് കൈ എടുക്കാതെ വേണം ഇളക്കാനായിട്ട്. നമ്മൾ എന്ത് ചേർക്കുമ്പോഴും അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. നമുക്കിതിൽ കുറേശ്ശെ കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അളവ് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. നമുക്ക് അലുവയിൽ എപ്പോഴും നെയ്യാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കാനുള്ളതല്ലേ. ഈ സമയത്ത് തന്നെ നമുക്ക് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു ചെറിയ ടീസ്പൂൺ ഏലക്കയാണ് ചേർക്കുന്നത്. ഇത് ഇത്രത്തോളം മതിയാവും. നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. ആ ഗോതമ്പിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറാനായിട്ട് നമ്മൾ ഈ ഒരു സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്ക് നെയ്യുടെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തന്നെ ആ നെയ്യുടെ ഏലക്കയുടെ ഒക്കെ നല്ലൊരു മണം അടിക്കുന്നുണ്ട്. നമ്മൾ ഏലക്ക അളന്നെടുത്ത അതേ സ്പൂണിൽ തന്നെ നമുക്ക് ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. ഇത്രയും തന്നെ മതിയാവും. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തന്നെ നമ്മുടെ അലുവേര ആ ഒരു കളർ വന്നോളൂ. നമ്മൾ നേരത്തെ 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്ത നെയ്യ് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഞാൻ ഓഫ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ആക്കി എടുക്കാം. എനിക്ക് ഈ ഒരു പരുവമാണ് കണക്കെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ അലുവ റെഡി ആയി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇതുവരെ വറുത്ത് ചേർത്തിട്ടില്ല. അത് വറുത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് മുഴുവനോടെ അല്ലെങ്കിലും പൊടിച്ചായാലും ചേർക്കാവുന്നതാണ്, കുഴപ്പമില്ല. നിങ്ങൾക്കിത് മുഴുവനായിട്ട് കടിക്കാനുള്ള ആ ഒരു താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ പൊടിച്ചായാലും ചേർക്കാം. നമ്മുടെ കപ്പലണ്ടി ഇവിടെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അലുവയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഇതും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ കപ്പലണ്ടി എല്ലാം ചേർത്ത് തയ്യാറാക്കിയ അലുവ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് സമയക്കൂടുതലുണ്ട് ഈ അലുവ തയ്യാറാക്കാനായിട്ട്, എന്നാലും വളരെ സ്വാദോടു കൂടി തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിസൾട്ടും കമന്റ്സും എന്നെ അറിയിക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ഒരു ടിപ്പുമായി വരാം. അതുവരെ എല്ലാവർക്കും ബൈ.